നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാജേന്ദ്രൻ പന്തളം സാർ. ശബരിമല വളരെ ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ പന്തളം. പന്തളം രാജകൊട്ടാരവുമായി വലിയ ബന്ധമുണ്ട് ശബരിമലയ്ക്ക്. ശരിക്കും സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ ശബരിമലയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ചരിത്രത്തിൻ്റെ ആ ട്രജക്ടറിയിൽ കൂടി വന്നെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ അവസ്ഥയും തമ്മിലുള്ള ഒരു താരതമ്യം സാധ്യമാവും. ഒരു താരതമ്യ പഠനം ആവശ്യമാണ്. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞ ആദി ഭാർഗവ ഗോത്രത്തിൽപ്പെട്ട പാണ്ഡ്യ രാജാക്കന്മാരാണ് ഈ പന്തളത്ത് വന്ന് പിന്നീട് രാജാക്കന്മാരായിത്തീരുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ പാണ്ഡ്യ രാജാക്കന്മാർ പിന്നീട് ചോള രാജാക്കന്മാർ ആക്രമിക്കപ്പെടുകയും അങ്ങനെ പല ക്ഷേത്രങ്ങളും ചോള രാജാക്കന്മാർ തമിഴ്നാട്ടിലുണ്ടാക്കി. ബൃഹദേശ്വര ക്ഷേത്രം, തഞ്ചാവൂർ, കാഞ്ചീപുരം ക്ഷേത്രങ്ങളൊക്കെ തന്നെ തമിഴ്നാടിൻ്റെ ആ ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ഒക്കെ നിർമ്മിതികളൊക്കെ തന്നെ ചോള രാജവംശത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഈ മധുര മീനാക്ഷി ക്ഷേത്രമെന്ന് പറയുന്ന മധുരയിലെ ഈ ക്ഷേത്രമെന്ന് പറയുന്നത് പാണ്ഡ്യ രാജാക്കന്മാരുടെ നിർമ്മിതിയാണ്. അത് അവരുടെ മധുര മീനാക്ഷി എന്ന് പറയുന്നത് അവരുടെ ഭരദേവതയുമായിരുന്നു. അപ്പോൾ ചോളന്മാരാൽ തോൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ പാണ്ഡ്യരാജ്യത്ത് നിന്ന്, മധുരയെ ആസ്ഥാനമാക്കിയുള്ള പാണ്ഡ്യരാജ്യത്ത് നിന്ന് അഭയം പ്രാപിച്ചത് കേരളത്തിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ കാട്ടുവഴികളിലൂടെയാണ് വന്നത്. നേരിട്ട് വരാൻ പറ്റില്ല. കാരണം ചോളന്മാരാൽ പിന്തുടർന്ന് ആക്രമിക്കപ്പെടും എന്നുള്ളൊരു ഭീതിയുള്ളതുകൊണ്ട് അവർ കാട്ടിലൂടെയാണ് വന്നത്. തമിഴ്നാടിനെ കേരളവുമായിട്ടുള്ള വേർതിരിക്കുന്ന ആ സർഹ്യ പർവ്വത സാനുക്കളിലെ വനാന്തരങ്ങളിലൂടെയുള്ള യാത്രയിൽ അവർ പിന്നിട്ടത് ആര്യങ്കാവ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഭരദേവതയായിട്ടുള്ള മീനാക്ഷി ദേവിയുടെ ഒരു ചിത്രവും എടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. അത്രമാത്രം ഭക്തി അവർ തമ്മിൽ, ഭക്തിയുടെ ഒരു ബന്ധിതരായിരുന്നു. ഭക്തിയുടെ ഒരു ബന്ധനം മധുര മീനാക്ഷിയുമായിട്ട് അവരുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ആര്യങ്കാവിൽ വന്നു, അവിടെ താമസിച്ചു. അവിടെ അവരൊരു അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ചു. ശബരിമല ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു, ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. പിന്നെ വരുന്ന വഴി നമ്മൾ എരുമേലിയിലാണ് അവരുടെ പിന്നത്തെ ആ താവളം എന്ന് പറയുന്നത്. ആ എരുമേലിയിൽ അവർ വീണ്ടും ഒരു ശാസ്താ ക്ഷേത്രം നിർമ്മിച്ചു. അത് കഴിഞ്ഞ് നേരെ വന്നപ്പോൾ കൈപ്പുഴ തമ്പാന്മാർ അധിവസിക്കുന്ന പന്തളം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വന്നു. അവിടെ വന്നപ്പോഴാണ് കാടിൻ്റെ കുറവ് അനുഭവപ്പെട്ടത്. അന്നും കാടുണ്ട്, പന്തളത്തും ഉണ്ട്. ഇന്നത്തെ സ്ഥിതി അല്ലെന്ന്, ഇന്ന് വെറും മുഴുക്ക വെളുപ്പിച്ചിരിക്കുന്നു. ആ കാടിൻ്റെ ഒരു ബാഹുല്യം കുറഞ്ഞ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്ദ്രത കുറഞ്ഞ പന്തളത്തെത്തുകയും അവിടെ അവർ താവളം അടിക്കുകയും ചെയ്യുകയായിരുന്നു ചെയ്തത്. അവരെ സംരക്ഷിക്കാനായിട്ട് അന്ന് കൈപ്പുഴ തമ്പാന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം പടയാളികളുണ്ടായിരുന്നു. ആ പടയാളികളുടെ പിന്തുണയോടുകൂടി പന്തളത്ത് അവരുടേതായിട്ടുള്ള ഒരു രാജ്യം, പന്തളം രാജ്യം അവർ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ പന്തളം രാജ്യം വളരെ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പന്തളം രാജാക്കന്മാർ മൃഗയാ വിനോദിതനായി വനാന്തരങ്ങളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ വനാന്തരങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കൽ ഒരു ശിശുവിൻ്റെ രോദനം കേൾക്കുകയും ആ ശിശുവിനെ പന്തളം രാജാവ് സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നമ്മളൊന്നും ഓർക്കേണ്ടത്, പന്തളം എന്നുള്ള സ്ഥലത്തല്ല വാസ്തവത്തിൽ ഈ കൊട്ടാരക്കെട്ടുകളും മണികണ്ഠൻ വളർന്നതും. ഞാനത് കണ്ടിട്ടുണ്ട്. പന്തളത്ത് നിന്ന് കുളനടയ്ക്ക് പോകുന്ന വഴിയിലാണ് കൈപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ കൈപ്പുഴ തമ്പാന്മാരാണ് ഈ രാജാക്കന്മാർക്ക് വേണ്ട സൈനികമായിട്ടുള്ള പിന്തുണയെല്ലാം നൽകിപ്പോന്നത്. അങ്ങനെ വളർത്തി വലുതായി. ഇങ്ങനെയാണ് ചരിത്രവും ഐതിഹ്യവും അവിടെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കരച്ചിൽ കേട്ടു. ആ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അത് ദിവ്യമായിട്ടുള്ള വൈഭവങ്ങളുള്ള ഒരു കുട്ടിയാണെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തു. അതിനെ അടുത്ത രാജകുമാരനാക്കി. ഇത് ശ്രീരാമനെ പോലെ, അയോധ്യ വാഴിക്കാൻ ശ്രീരാമനെ തിരഞ്ഞെടുത്തതുപോലെ ലക്ഷണമൊത്ത ഈ കുട്ടിയെ, സുന്ദരനായ കുട്ടിയെ പന്തളത്തിൻ്റെ അടുത്ത അവകാശിയായിട്ടൊക്കെ പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും, പക്ഷേ രാജാവിൻ്റെ രാജ്ഞിക്ക് അത് തൃപ്തികരമായിരുന്നില്ല. കാരണം അവർക്ക് വേറെ കുട്ടികളുണ്ടായിരുന്നു, അവരെ വാഴിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ രാജകുമാരന് തനിക്ക് വയറുവേദനയാണെന്ന് നടിച്ചുകൊണ്ടൊരു നാട്യമായിരുന്നു. അതിൻ്റെ പേരിൽ പുലിപ്പാൽ കിട്ടിയാതെ ഇത് ശമിക്കൂ എന്ന് പറഞ്ഞ് റാസ്പുട്ടിനെ പോലെ ഒരു ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു അന്ന് രാജാവിന്. അത് രാജ്ഞിയുടെ പക്ഷം ചേർന്നുകൊണ്ട് പുലിപ്പാൽ കൊണ്ടുവരണം, അതിന് മണികണ്ഠനാണ് പറ്റിയ ആൾ എന്ന് പറഞ്ഞ് മണികണ്ഠനെ അയക്കും. മണികണ്ഠൻ നിഷ്പ്രയാസം കാനനത്തിൽ ജീവിക്കുന്ന പുലികളൊക്കെ ധാരാളം കൊണ്ട് പന്തളത്തിന് ചുറ്റും വന്നു. ആ പുലികളെയും കൊണ്ട് വരികയും
രാജകൊട്ടാരത്തിലുള്ളവരെല്ലാം സംഭീതമാരായിട്ട് പലായനം ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹം പുലിപ്പാൽ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയുടെ രോഗത്തിന് നിവർത്തി വരുത്തി. അതിനുശേഷം അദ്ദേഹം സ്വന്തം സ്വത്വത്തിൽ പോരാടുകയും കാട്ടിലെ രാക്ഷസന്മാരെയും അതുപോലെ തന്നെ കൊള്ളക്കാരെയും ഒക്കെ നിഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത് സ്വന്തം അവതാരാംശമായിട്ട് തീരുകയും അവിടെ അവസാനം ശബരിമലയിൽ ഒരു ക്ഷേത്രത്തിൽ, കാനന മധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് തന്നെ, കല്യാണം കഴിച്ചിട്ടില്ല ആ സങ്കല്പത്തിൽ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് തന്നെ ഈ അതായത് 10-നും 40-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മശാസ്താവിൻ്റെ ആ ഒരു വൈഭവത്തിലേക്ക് അദ്ദേഹം ലയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മണികണ്ഠനെ നമ്മൾ അയ്യപ്പനായിട്ടും വിലയം പ്രാപിച്ചു. എക്സാക്ട്ലി, ദാറ്റ് ഈസ് ദ വേർഡ്. വിലയം പ്രാപിച്ചു എന്നുള്ളതാണ് ഭാഗം. അങ്ങനെ വിലയം പ്രാപിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ തൊഴുതും ആരാധിച്ചും വന്നിരുന്നു. ആദ്യമൊക്കെ ആദിവാസികളൊക്കെ ആയിരുന്നു അവിടെ പൂജകൾ നടത്തിയത്. ഇപ്പോഴും മലം ഭണ്ഡാരങ്ങൾ അവിടെ പൂജ നടത്താറുണ്ട്. അതായത് പണ്ട് ഈ നമ്മൾ പറയുന്ന മകരജ്യോതി എന്ന് പറയുന്ന ദീപം തെളിക്കുന്ന അവരായിരുന്നു. അവകാശം അവരിൽ നിന്ന് പോയതിൻ്റെ പേരിൽ അവർക്ക് ഇപ്പോഴും പ്രതിഷേധമുണ്ട്. അവരൊക്കെ ആയിരുന്നു സംരക്ഷിച്ചു പോകുന്നതും ആരാധിച്ചു പോകുന്നതും ആദ്യമൊക്കെ. കാനന ക്ഷേത്രമാണിത്. അവർ തീവ്രമായിട്ടുള്ള ആരാധനാഭാവം ഉണ്ടായിരുന്നത് കാനനവാസികൾക്ക് തന്നെയാണ്. അങ്ങനെയുള്ള ക്ഷേത്രം 1953 ആയപ്പോഴത്തെ ഈ കാട് കയറിക്കൊണ്ട് എസ്റ്റേറ്റുകാർ വൻതോതിൽ അങ്ങോട്ട് കടന്നു കയറി അവിടെ റബ്ബർ എസ്റ്റേറ്റുകൾ, പലതരത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെയൊക്കെ തോട്ടങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് കാട് നശിപ്പിച്ചു. കാട് നശിപ്പിച്ചപ്പോൾ ഈ ഒരു കാനന ക്ഷേത്രം അവർക്കൊരു ശല്യമായിട്ട് തോന്നി. ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗം വളരെ ശക്തി ആർജിക്കുന്ന കാലമായിരുന്നു അത്. അവർക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, സ്വന്തമായിട്ടൊരു പത്രവുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ അവർ ഈ ക്ഷേത്രം എന്തിനാണ് ഇവിടെ, ആ ക്ഷേത്രത്തിൽ വിശ്വാസമില്ലാത്ത അവർ ആ ക്ഷേത്രത്തിനകത്തേക്ക് അവർക്കും ഉണ്ടായിരുന്നു രാജാവിനെ പോലെ മൃഗയാ വിനോദം. വെടിയിറച്ചിയും മദ്യവും ഒക്കെ കഴിച്ചതിൻ്റെ ലഹരിയിൽ അവർ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന ആ വിഗ്രഹത്തെ, അതായത് താങ്കൾ പറഞ്ഞതുപോലെ വിലയം പ്രാപിച്ച സങ്കല്പിക്കപ്പെടുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെ ആ പ്രതിമ നശിപ്പിക്കുകയും ചെയ്തു. കല്ലുകൊണ്ടുള്ളതായിരുന്നു അന്നത്തെ പ്രതിമ. ഈ കല്ലുകൊണ്ടുള്ള പ്രതിമയാണെങ്കിൽ പോലും വളരെയധികം കഠിനാധ്വാനം അവർക്ക് ചെയ്യേണ്ടി വന്നു. കാരണം അവർ മഴു ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വെട്ടേണ്ടി വന്നത്. മഴു ഉപയോഗിച്ച് വെട്ടിയതിൻ്റെ മഴു അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് തെളിവായിട്ട് വന്നത്. മഴു ഉപയോഗിച്ചുകൊണ്ട് ഇത് വെട്ടി അതെല്ലാം അവിടെ ഉപേക്ഷിച്ചു. അവിടെ പണവും ഭണ്ഡാരങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. കാണിക്കയായി കിട്ടിയത് ധാരാളം ഉണ്ടായിരുന്നു. ഇതിലൊന്നും തൊടാതെ കൊണ്ട് കാഞ്ഞിരപ്പള്ളിക്കാരായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർ, കാഞ്ഞിരപ്പള്ളി കാടായിരുന്നു, അത് വെട്ടിത്തെളിച്ച് അവിടെ കൃഷി നടത്തി ആദായം ഉണ്ടാക്കിയ പണക്കാരും പ്രബലരുമായി തീർന്ന ആൾക്കാരാണ് ഇത് ചെയ്തത്. ആ ചെയ്ത ആളിൽ ഒരു പ്രമുഖൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് വെടിയേറ്റ് മരിക്കുകയായിരുന്നു. ഒരൊറ്റയാളും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു അത്ഭുതവുമുണ്ട്. അവിടെ അയ്യപ്പനെ ആര് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത്. വളരെ ശരിയുമാണ്. ഇന്ന് വരെ കൃത്യമായിട്ട് നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പനുള്ള വിശ്വാസം വളരെ രൂഢമൂലമാവുകയാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ഭഞ്ജിച്ചതിന് ശേഷം നടന്നത്. തന്നെയുമല്ല, ഇവർ പോകും മുമ്പ് ഈ ക്ഷേത്രത്തിൽ തീയും വെച്ചു. അതെന്നേക്കുമായിട്ട് അങ്ങ് നശിച്ചു പോയിക്കോട്ടെ എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്രയും ഖ്യാതിയും കീർത്തിയും ഈ ക്ഷേത്രത്തിന് ലഭിക്കുകയും ഇത്രയധികം ഭക്തന്മാർ വരാൻ തുടങ്ങിയത് അതിനുശേഷം കുഴപ്പമില്ലാതെ കുറേ കാലം തുടർന്നു. പക്ഷേ ഇവിടെ കൂടുതലായിട്ട് ഭക്തന്മാർ വന്ന് കാണിക്കുകയും സ്വർണവും ഒക്കെ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ പിന്നെ അത് അവിടെ നിന്ന് എടുക്കാൻ തോന്നുകയില്ലല്ലോ എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരെല്ലാം കൂടി ചേർന്ന് കൈയിടുകയും അതിനെ അവരുടെ ധനാഗമ മാർഗമായിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും വിശ്വാസമില്ലാത്തവർ. വിശ്വാസമുള്ളവർക്ക് കുഴപ്പമില്ല. വിശ്വാസമില്ലാത്ത ഗവൺമെൻറ്റുകളുടെ, വിശ്വാസമില്ലാത്ത മന്ത്രിമാർ വന്നപ്പോൾ അതൊരു സംഘടിത കുറ്റകൃത്യമായിട്ട് ഒരു RTO ഓഫീസിൻ്റെ മട്ടിലേക്ക് അത് മാറുകയും ധനാഗമ മാർഗത്തിനുള്ള ഒന്നാക്കി മാറ്റുകയും അവിടെ അർപ്പിക്കുന്ന കാണിക്കയിലോ അവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവിലോ വിശ്വാസമില്ലാതെ കൊണ്ട് ഇത് ധനാഗമ മാർഗമാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, കമ്മീഷണർമാർ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സംഘടിത തട്ടിപ്പ് പ്രസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു. ഇതൊന്നും നമ്മളാരും അറിയുന്നില്ല. കാനന ക്ഷേത്രമായതുകൊണ്ട് ഭക്തന്മാർക്ക് അങ്ങനെ എന്ന് ചോദിക്കാനും കഴിയുന്നില്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശബരിമലയിലെ ഈ സ്വത്തുകളൊക്കെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രബലരായിട്ടുള്ള ആൾക്കാരുണ്ട്. കോടതിയാൽ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ഉള്ള ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുമ്പോഴാണ് ഈ സ്വർണം ചെമ്പാക്കി മാറ്റുന്ന ഒരു ആൽക്കമി അവിടെ നടന്ന് വൻതോതിലുള്ള വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അവിടെ സർക്കാരിൻ്റെ സെക്രട്ടറി പദവിയിലുള്ള ഒരു ദേവസ്വം കമ്മീഷണറുണ്ട്. തിരുവാഭരണ കമ്മീഷണർ എന്ന് പറഞ്ഞ് വേറൊരു കമ്മീഷണറുണ്ട്.
അതുപോലെ തന്നെ ബോർഡ് സെക്രട്ടറി ആയിട്ട് ഉയർന്ന പദവിയിൽ ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. പിന്നെ ഒരു ചീഫ് എഞ്ചിനീയറുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര സ്വത്ത് സ്വരൂപിക്കൽ, അതുപോലെ തന്നെ പരിപാലനം എന്നൊക്കെയാണ് ഈ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. അതായത് ക്ഷേത്ര സ്വത്ത് സ്വരൂപിക്കൽ, പരിപാലനം, ഇത് രണ്ടുമാണ് ഇവരുടെ ഡ്യൂട്ടിയായിട്ട് മാനുവലിൽ, ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ പറയുന്നത്. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ശമ്പളം എത്രയാണെന്ന് അറിയുമോ? 2.5 ലക്ഷം 3.5 ലക്ഷം രൂപ. അതുകൂടാതെ ഓഫീസുകാർ. ഇതൊക്കെ വെച്ച് സുഖിച്ചവർ കഴിയുക, ശബരിമലയിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഇതിൻ്റെ പരിപാലനം ഉത്തരവാദിത്വമുള്ള ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഭരണം നടത്തുന്നത്? ചില ഏജൻറ്റുമാരെ വെച്ചിട്ടാണ്. RTO ഓഫീസിൽ കണ്ടിട്ടില്ലേ, ലൈസൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പോകണ്ട, ഏജൻറ്റുമാർ ചെല്ലും, അവർക്ക് വേണ്ട തുകയും കൊടുത്താൽ മതി. ആ തുക എല്ലാവർക്കും അതിൻ്റെ വരിസംഖ്യയായിട്ട് ലഭിക്കും. MLA മുതൽ RTO തൊട്ട് എല്ലാവർക്കും അതിൻ്റെ വരിസംഖ്യയായിട്ട് ഒരു ഷെയർ അങ്ങ് കിട്ടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും ഏജൻറ്റ് വഴി. അതുപോലുള്ളൊരു സമ്പ്രദായമാണ് അവിടെ നടക്കുന്നത്. അത്തരം ഒരു ഏജൻ്റാണ് ഇപ്പോൾ നമുക്ക് പിടികെട്ടിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ. അയാളെ ബിനാമിയായിട്ട് അയാളെ വെച്ചിട്ട് കൊള്ള നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്.